ഹായ് ഹലോ, ആഫ്റ്റർ എ ലോങ് ഞാൻ തിരിച്ചു വന്നു. എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ബേക്കർ. അതെ, ഒരുപാട് കാലമായി പ്ലാൻ ചെയ്യുന്നു ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. 4 kg കേക്കായിരുന്നു നമുക്കിന്ന് ടോട്ടലായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. സ്പഞ്ചെല്ലാം തലേന്നേ ചെയ്തു വെച്ചു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കേക്ക് വാനില കേക്ക് 1.5 kg വരുന്ന ഈ ഒരു പാറ്റേൺ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ആദ്യം 1/2 kgയുടെ 3 കേക്ക് ഇങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് നല്ല പോലെ സെറ്റ് ചെയ്യാൻ വെക്കണം. ക്രം കോട്ട് ചെയ്ത് നല്ല പോലെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ കോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പക്ഷം കേക്കിൽ കേക്ക് ക്രംസ് വരാൻ ചാൻസ് ഉണ്ട്, ഫിനിഷിങ് അടിപൊളിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട്. രണ്ടാമത് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഒരു 1/2 kg വാഞ്ചോ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. മിനി കേക്ക് തൊട്ടിട്ട് ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. മിനി കേക്ക് എന്ന് പറയുമ്പം 350 grams ആണ് വരിക. പിന്നെ 1/2 kg, 3/4 kg, 1 kg, 1.5 kg അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ കിലോഗ്രാംസ് വരുന്നത്. അപ്പോൾ വാഞ്ചോ കേക്ക് അറിയാമല്ലോ എല്ലാവർക്കും, വാനില ആൻഡ് ചോക്ലേറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു ഫ്ലേവറാണ്. നല്ല ഫ്ലേവറാണ് കേട്ടോ. വാനിലയും ചോക്ലേറ്റും ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അതും ഞാൻ നല്ലപോലെ ക്രം കോട്ട് ചെയ്തു. ഏത് കേക്ക് ആയിക്കോട്ടെ ക്രം കോട്ട് ചെയ്ത് നല്ലപോലെ സെറ്റായതിന് ശേഷം മാത്രമേ ഫൈനൽ കോട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു 2 kg ചോക്ലേറ്റ് ട്രഫിളിൽ 2 ടയർ കേക്കും അതോടൊപ്പം ഒരു 6 കപ്പ് കേക്കും ആയിരുന്നു വരുന്നിട്ടുണ്ടായിരുന്നത്. അത് കസ്റ്റമൈസേഷനാണ് പറഞ്ഞത്. ചോക്കോ ട്രഫിൾ കേക്ക് ഞാൻ എങ്ങനെയാണെന്ന് ചെയ്യാറ്, നമ്മുടെ നോർമൽ വിപ്പിംഗ് ക്രീം, ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ട്രോപ്പോലൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കേട്ടോ. നല്ല വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ആദ്യം റിച്ച് യൂസ് ചെയ്തു, പിന്നെ ഞാൻ ഫിയോണയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ട്രോപ്പോലൈറ്റിലേക്ക് ജമ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തൊരു 2 years ആയിട്ട് ട്രോപ്പോലൈറ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ക്രീം, വിപ്പിംഗ് ക്രീം നല്ലപോലെ വിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചോക്കോ ട്രഫിളിൻ്റെ മൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചോക്കോ ട്രഫിളിൻ്റെ ലെയേഴ്സ് എന്ന് പറയുന്നത് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച്, പിന്നെ ചോക്ലേറ്റിൻ്റെ മൂസ്, പിന്നെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഫില്ലിങ്. ഇങ്ങനെയാണ് ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ലെയേഴ്സ് വരുന്നത്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫ്ലേവർ നല്ലപോലെ ഇഷ്ടമാവും. നമ്മുടെ മെനുവിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു ബേസിക് ഫ്ലേവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ട്രഫിളാണ്. ചോക്ലേറ്റ് ട്രഫിൾ 1 kgക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് 950 ആണ്. ആദ്യം 900 ആയിരുന്നു. ഇപ്പോൾ 6 months ആയിട്ടുള്ളൂ ഞാൻ 950 ആക്കിയത്. കോമ്പൗണ്ടിനും കോവോച്ച ചോക്ലേറ്റിനൊക്കെ ഇപ്പം നല്ല പോലെ റേറ്റ് കൂടിയല്ലോ, അതുകൊണ്ടാണ് ചോക്ലേറ്റ് കോമ്പൗണ്ട്സിനൊക്കെ റേറ്റ് കൂട്ടിയത്. ചോക്ലേറ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്ന കേക്ക്സിനൊക്കെ റേറ്റ് കൂട്ടിയത്. അതും ഞാൻ ക്രം കോട്ട് ചെയ്തു. അപ്പോൾ ഇത് 2 kg ആണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പം താഴെ ഒരു 1.5 kg, മുകളിൽ ഒരു 1/2 kg, അങ്ങനെയാണ് ഞാൻ 2 ടയർ അസംബിൾ ചെയ്തത്. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിളും ഞാൻ നല്ലപോലെ ക്രം കോട്ട് ചെയ്തു. ഫ്രീസറിലല്ല കേട്ടോ ഞാനൊന്നും വെക്കൽ, ഫ്രിഡ്ജിലാണ്. പെട്ടെന്നുള്ളതൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫ്രീസറിൽ കയറ്റാറുള്ളൂ. അല്ലാത്തതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ താഴെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഞാൻ ചോക്ലേറ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അടുത്തത് നമ്മൾ വാഞ്ചോ കേക്കില്ലേ 1/2 kg, അത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ സെറ്റ് ആയതിനു ശേഷം ഞാൻ മൂസിൻ്റെ ലൈറ്റ് ഓവർ ഡാർക്ക് അല്ലാത്ത ചോക്ലേറ്റ് മൂസ്, ലൈറ്റ് മൂസ് കൊണ്ടാണ് വാഞ്ചോന്ന് ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. ഒരു ഓവർ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ മൈൽഡായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ കോട്ടിങ് ഞാൻ ആ ഒരു മൂസ് വെച്ചിട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ നല്ല സ്ക്രാപ്പറില്ലേ, ആ ഒരു നല്ല ലൈൻസ് വരുന്ന സ്ക്രാപ്പർ കൊടുത്തു, ഡിസൈൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പാട്ടോ കൊടുക്കുന്നത്. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ എങ്ങനെയാണെന്ന് ചെയ്യുന്നത്, 2:1 റേഷ്യോ എന്നുവെച്ചാൽ ഇപ്പോൾ 100 gram ആണ് വൈറ്റ് ചോക്ലേറ്റ് എങ്കിൽ 50 gram എന്തെടുക്കും, ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീം എടുത്തിട്ടാണ് ഞാൻ ഗനാഷ് ചെയ്യലുള്ളത്. മിൽക്ക് ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഡാർക്ക് ചോക്ലേറ്റ് ആയിക്കോട്ടെ, വൈറ്റ് ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഏത് ഗനാഷ് ആണെങ്കിലും ഞാൻ വിപ്പിംഗ് ക്രീം യൂസ് ആക്കലില്ല. അമുലിൻ്റെ ഫ്രഷ് ക്രീം വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു വാഞ്ചോൻ്റെ മേലെ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇങ്ങനെ ലൈൻസ് കൊടുത്തു. എന്നിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഡിസൈനില്ലേ
ആ ഒരു ലൈക്ക് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ആ ഒരു നോർമൽ ഡിസൈനായിരുന്നു. നമുക്ക് ഓവർ കസ്റ്റമൈസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 1.5 kg കേക്ക് ചെയ്യാനുണ്ട്, വാനില, സിഗ്സാഗ് മോഡൽ. അപ്പോൾ ഞാൻ 3 ഷെയ്ഡിലാണ് കേട്ടോ ആ ഒരു കളർ കൊടുക്കുന്നത്. മെഹന്തിക്ക് ബ്രൈഡ് ടു ബി തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഹന്തിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ്റെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ആ ഒരു 3 കേക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം സെറ്റ് ആവാം. ഈ ഒരു കേക്കിൻ്റെ മെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഡെലിവറി ആവേണ്ടത്. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ നോക്കണമെങ്കിൽ നമ്മൾ കേക്ക് മാക്സിമം സെറ്റാക്കിയിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ആ കേക്കെല്ലാം ഞാൻ നല്ലപോലെ ഐസിങ് ചെയ്തു സെറ്റാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു. മിനിമം ഒരു 2 to 3 hour എങ്കിലും, മിനിമം ആട്ടോ ഞാൻ പറയുന്നത്, മാക്സിമം നല്ല പോലെ എത്ര ടൈം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, മിനിമം 3 hour എങ്കിലും വെക്കണം. പിന്നെ നമുക്ക് 2 kg 2 ടയർ കേക്ക് ഉണ്ടായിരുന്നല്ലോ, അതൊരു ബോയുടെ ബർത്ത്ഡേ. അപ്പോൾ ഒരു ബ്ലൂ തീമായിരുന്നു. ബോയ് ഗേളും അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവർ കസ്റ്റമർ നമ്മളോട് ബ്ലൂ തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ ആ ഒരു കേക്കും ഞാൻ ഐസിങ് ചെയ്തു, നല്ലപോലെ ഐസിങ് ചെയ്തു. ടയർ കേക്കൊക്കെ ചെയ്യുമ്പോഴും നല്ലപോലെ സെറ്റായതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമേ സ്റ്റാക്കിങ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. N1 നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തത്, റോസെറ്റ്. അപ്പോൾ എനിക്കൊരു സഡൻ ഓർഡർ കിട്ടി, ഒരു 1/2 kg ചോക്ലേറ്റ് കേക്ക് ഈവനിങ്ങിലേക്ക് ഇടുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ കൊടുക്കാനുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു, 3 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്നത്. ഏതായാലും വർക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ പിന്നെ ഒറ്റയടിക്ക് അങ്ങായി. അറ്റ് എ ടൈം എൻ്റെ ഓവണ് വണ്ടർ ഷെഫിൻ്റെ 60 ലിറ്റർ ആയതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഒരു 1/2 kg 5 ടിന്ന് പോവും. 1/2 kg പറയുമ്പോൾ 6 ഇഞ്ചിൻ്റെ 5 ടിന്ന് പോവും. ഇപ്പം ഞാൻ ചെയ്യുന്നത് 1 kg ഒരു ടിന്നും 1/2 kg 3 ടിന്നും ആട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ്, എല്ലാം ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഞാൻ പകുതി എല്ലാ ടിന്നിൻ്റെയും ഹാഫ് വരെ ഒഴിക്കാൻ പാടുള്ളൂ. ഓവനിൽ വെക്കുമ്പം അത് നല്ലപോലെ റൈസായിട്ട് വരും. അപ്പോൾ ഒരിക്കലും ഫുള്ളാക്കിയിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക, ഹാഫ് വരെ മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഫുള്ള് ഫില്ല് ചെയ്താൽ ബേക്ക് ആവാത്ത പ്രശ്നം ഉണ്ടാവും, ഒരുപാട് ബേക്കിംഗ് ടൈം എടുക്കും. ബേക്കിംഗ് ടൈം ഓവർ എടുത്തു കഴിഞ്ഞാലും നല്ല പോലെ ബേക്ക് ആവത്തില്ല. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഞാൻ വണ്ടർ ഷെഫിൻ്റെ 60 ലിറ്റർ ഓവനാണ്, അത് ഞാൻ വെച്ചു. ഞാൻ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. എന്നിട്ട് ഇതാണ് നമ്മുടെ 2 ടയർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇതാണ്, യെസ്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മുടെ മെഹന്തി കേക്ക്, അതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. സോ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.